ഹായ് മക്കളെ, നീറ്റ് ആൻഡ് ജെഇ ആസ്പിരൻസിനോട് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നോ ദ ഗെയിം യു ആർ പ്ലേയിങ്. അതായത് നിങ്ങൾ കളിക്കാൻ പോകുന്ന കളി എന്താണെന്നെങ്കിലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒന്ന് സിമ്പിളായി പറയുകയാണെങ്കിൽ, എടാ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 എത്തിയപ്പോൾ +1 അത്രയ്ക്ക് ടഫാണെന്നുള്ളത് +1 ക്ലാസ് തുടങ്ങി ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴല്ലേ നിങ്ങൾ മനസ്സിലാക്കിയത്. ആൻഡ് ഭൂരിഭാഗം കുട്ടികൾക്ക് പിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സത്യമല്ലേ? അത് കുറച്ച് നേരത്തെ അറിയായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാലല്ലേ. ഇതേ കാര്യം എന്ത് ചെയ്യാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോവാണ് ഇനി റിപ്പീറ്റ് ചെയ്യുമ്പോഴും. അതായത് ഒത്തിരി കുട്ടികളുണ്ട്, സാറേ ഞാൻ നീറ്റിനോ ജെഇക്കോ റിപ്പീറ്റ് ചെയ്യാണ്, അപ്പം എന്ത് ചെയ്യണം, വെറുതെ +2 പഠിച്ചാൽ എനിക്ക് കിട്ടൂല, ഞാൻ +2 ബോർഡ് എക്സാമിന് വേണ്ടി മാത്രം പഠിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിലുള്ള ഒരു അഡീഷണൽ ലെവലല്ലേ, ഒരു വർഷം എനിക്ക് ഫുള്ളായി കിട്ടുന്നില്ലേ, അപ്പോൾ ആ സമയത്ത് പഠിക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ച് നടക്കുന്ന ആൾക്കാർ. അതായത് എന്താണ് നീറ്റിൻ്റെയും ജെഇയുടെയും ലെവൽ, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ ലെവൽ എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. എടാ, ഇത് ജനുവരി ആയി കഴിഞ്ഞു, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലായി കഴിഞ്ഞാൽ മാർച്ച് വരെ നിങ്ങൾ അതൊന്നും പഠിക്കേണ്ട. പക്ഷേ മാർച്ചിലെ നിങ്ങളെ ബോർഡ് എക്സാം കഴിഞ്ഞ ഉടനെയെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഗിയർ മാറ്റാൻ പറ്റും. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഏറ്റവും ആദ്യം നിങ്ങൾ എന്താണ്, നീറ്റിന് പോകണോ ജെഇക്ക് പോകണോ, ഏതാണ് എനിക്ക് എളുപ്പം, ഏതാണ് പറ്റുക എന്നൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ പെട്ടെന്നൊന്ന് മനസ്സിലാക്കണം. അതായത് അറ്റ്ലീസ്റ്റ് കുറച്ച് മോക്ക് എക്സാമുകളെങ്കിലും നിങ്ങൾ നടത്തണം, നിങ്ങൾ എഴുതി നോക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. ആൻഡ് രണ്ടാമത്തെ കാര്യം അത് മറ്റൊന്നുമല്ല, നീറ്റും ജെഇയും റിപ്പീറ്റ് ചെയ്യാനുള്ള ചെലവിനെ കുറിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. മക്കളെ, കേരളത്തിലെ ഏത് ടോപ്പ് സെൻറ്ററിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിലും ഓൾമോസ്റ്റ് 2 ലക്ഷം രൂപയുടെ അടുത്ത് എന്തുണ്ടാവും നിങ്ങൾക്ക് ചിലവ് വരും, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഒന്നും ഇല്ലെങ്കിൽ. അതായത് 1 ലക്ഷം ട്യൂഷൻ ഫീയും ഏകദേശം 10,000 രൂപ വെച്ച് 10-11 മാസം വെച്ചിട്ട് 1 ലക്ഷത്തിൻ്റെ അടുത്ത് എന്താണ് ഹോസ്റ്റൽ ഫീയും അടക്കമാണ് 2 ലക്ഷം രൂപ ചിലവ് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ എത്ര ആൾക്കാരുടെ പാരൻസിന് ഇത് താങ്ങാൻ പറ്റും? ചില പാരൻസ് എന്താണ് സ്വർണം വിറ്റിട്ടും ബാങ്ക് ലോൺ എടുത്തിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അച്ഛനോട് പറയണം, അച്ഛാ ഒരു സ്കോളർഷിപ്പ് എക്സാം എഴുതിയിട്ട് എനിക്ക് പകുതി ഫീസേ കൊടുക്കേണ്ടുള്ളൂ എന്ന് പറയുമ്പോൾ എന്തുമാത്രം ആശ്വാസം ഉണ്ടാവും അവർക്ക് എന്നുള്ളത്. അപ്പം ആ ഒരു കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. ഇത് രണ്ടിൻ്റെയും ഇപ്പം നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് തോന്നും, സാർ ഇത് രണ്ടും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് എജ്യൂപോർട്ടിൻ്റെ ഇസാറ്റ് എക്സാം. അതായത് നിങ്ങൾക്ക് ആകെ, ഞാൻ സിലബസും കാര്യങ്ങളൊക്കെ ഓൾറെഡി പലതവണ പറഞ്ഞതാണ്, എനിക്ക് തോന്നുന്നത് 3 ചാപ്റ്റേഴ്സേ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. നിങ്ങൾ എന്തായാലും ഓണപ്പരീക്ഷയ്ക്കും ക്രിസ്മസ് ക്രിസ്മസ് എക്സാമിനും എന്ത് ചെയ്തിട്ടുണ്ട്, അതൊരു ബോർഡ് ലെവലിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആൻഡ് അത് വെച്ചും തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇസാറ്റിൻ്റെ എക്സാം മറ്റന്നാൾ കേരളത്തിലെ 14 ജില്ലകളിലും നടക്കാൻ പറ്റും. അതൊന്ന് എഴുതി കഴിഞ്ഞാൽ നീറ്റിൻ്റെ ലെവൽ എങ്ങനെയാണ്, ജെഇയുടെ ലെവൽ എങ്ങനെയാണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് മാത്രമല്ല, അത്യാവശ്യം എന്തൊക്കെ പറഞ്ഞാലും ചില ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആ ചോദ്യങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ 5000 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് 10% ആണെങ്കിൽ 10% സ്കോളർഷിപ്പ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനോട് പറഞ്ഞാൽ അവർക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാവുമെന്നും കൂടെ കരുതുക. എടാ, ഞായറാഴ്ചയാണ്, ഓരോ ജില്ലയിലും ഓരോ സെൻറ്ററേ മിക്കവാറും ജില്ലകളിലുള്ളൂ. ചിലപ്പോൾ 2-3 മണിക്കൂർ നിങ്ങൾ യാത്ര ചെയ്തെത്തേണ്ടി വരും. പക്ഷെ എന്നാലും നിങ്ങൾ ഇപ്പം നേരിടുന്ന 2 പ്രധാന പ്രശ്നങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് ഇസാറ്റ് നിങ്ങൾ എഴുതുക എന്നുള്ളത്. സെൻറ്ററിൻ്റെ ലിസ്റ്റും അതേപോലെ തന്നെ പരീക്ഷ ടൈമൊക്കെ എന്ത് ചെയ്യാം, ഇതിൻ്റെ താഴെയുള്ള PDF ഞാൻ പറയാം. അതേപോലെ ഇസാറ്റിന് ഈ ചാനൽ തന്നെ കഴിഞ്ഞ 2-3 വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇസാറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. സോ ഇതുവരെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന കമൻറ്റിൽ പിൻ ചെയ്ത ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അടുത്ത വർഷം എന്താ പറയുക, നീറ്റിനും ജെഇക്കും റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നും ആവാത്തവരുടെ കൂട്ടത്തിൽ എന്തായി പോരുത്, നിങ്ങൾ പെടാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ഇസാറ്റ് രജിസ്റ്റർ ചെയ്യുക. കോൺഫിഡൻ്റ് ആയിട്ട് പോയി പരീക്ഷ എഴുതുക. നല്ല സ്കോളർഷിപ്പിൽ പാരൻസിനെ സന്തോഷപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസിൽ, എജ്യൂപോർട്ടിൻ്റെ ക്യാമ്പസിൽ നിങ്ങൾ അടുത്ത വർഷം എനിക്ക് കാണാൻ പറ്റും. സോ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാം. ശരി.